MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂറിനെ ED ചോദ്യം ചെയ്യുമെന്നറിയുന്നു. MES ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകളാണ് ED അന്വേഷിക്കുന്നത്. യാത്രാ വിലക്കുള്ളതുകൊണ്ട് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂറിനെ വിമാനത്താവള അധികൃതർ തടഞ്ഞുവെച്ചു. കൊച്ചിയിൽ നിന്ന് റാഫി കരീം തത്സമയം ചെയ്യുന്നു. റാഫി, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് കാര്യങ്ങൾ? ഇന്നലെയാണ് ഓസ്ട്രേലിയക്ക് പോകുന്നതിന് വേണ്ടി ഫസൽ ഗഫൂർ കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. ഇതിനിടയിലായിരുന്നു വിമാനത്താവള അധികൃതർ യാത്രാ വിലക്കുള്ളതിനാൽ ഫസൽ ഗഫൂറിനെ തടഞ്ഞതും തിരികെ വീട്ടിലേക്ക് അയച്ചതും. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോഴിക്കോട് യൂണിറ്റ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഫസൽ ഗഫൂറിനെ സമൻസ് അയച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടിയാണ് ഫസൽ ഗഫൂറിന് സമൻസ് അയച്ചത്. എന്നാൽ ഈ സമൻസ് കൈപ്പറ്റിയ ഫസൽ ഗഫൂർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ഇതോടുകൂടിയാണ് ഫസൽ ഗഫൂർ ഒരു യാത്രാ വിലക്ക് ED ഏർപ്പെടുത്തിയത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് ഇതൊരു സ്വാഭാവിക നടപടിയാണ്. കാരണം ഇത്തരത്തിൽ ഒരു സമൻസ് അയച്ചാൽ ആ സമൻസ് അയക്കുന്ന വ്യക്തി നിരന്തര വിദേശ യാത്രകൾ നടത്തുന്നയാളാണെങ്കിൽ ED ഒരു യാത്രാ വിലക്ക് ഏർപ്പെടുത്തും. ഈ വിവരം ED DGCയെയും ഒപ്പം തന്നെ രാജ്യത്തെ എയർപോർട്ടുകളിലും അറിയിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായാണ് ഓസ്ട്രേലിയക്ക് യാത്ര ചെയ്യാനെത്തിയ ഫസൽ ഗഫൂറിനെ എയർപോർട്ട് അധികൃതർ തടഞ്ഞുവെച്ചത്. ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഫസൽ ഗഫൂറിന് ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നതിന് വേണ്ടി സമൻസ് അയച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഫസൽ ഗഫൂർ EDക്ക് മുന്നിലെത്തും. MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ട MESന്റെ കോളേജുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണമുണ്ട്. PMLA ആക്ടിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ വിദേശത്ത് നിന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഫെമ ചട്ടലംഘനത്തിന്റെ ഭാഗമായുള്ള അന്വേഷണവും ഫസൽ ഗഫൂറിനെതിരെയുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഓസ്ട്രേലിയക്ക് യാത്ര ചെയ്യാനെത്തിയ ഫസൽ ഗഫൂറിനെ കൊച്ചി എയർപോർട്ടിൽ തടഞ്ഞതും അദ്ദേഹത്തെ തിരികെ മടക്കി അയച്ചതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.